പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ യുവാവ് കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ആട്ടിയാമ്പതി സ്വദേശികളായ നെൽസൺ, ജെൻസൺ എന്നിവരാണ് അറസ്റ്റിലായത്. ഒളിവിലായിരുന്ന പ്രതികൾ ഇന്നലെ രാത്രിയോടെ കൊഴിഞ്ഞാമ്പാറ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. വടകരപ്പതി ലാലക്കാട് സ്വദേശിയായ മുഹമ്മദ് ഷെഫീഖാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. നെൽസൺ കാളവണ്ടിയുമായി പോകുന്നതിനിടെ അതുവഴി എത്തിയ ബൈക്ക് യാത്രികരായ മുഹമ്മദ് ഷഫീഖും സുഹൃത്ത് സിംസണും വാഹനം കടന്നുപോകാൻ വഴി ആവശ്യപ്പെട്ടു. എന്നാൽ നെൽസൺ വഴി നൽകാൻ തയ്യാറായില്ല. തുടർന്ന് ഷഫീഖ് ഹോൺ മുഴക്കിയും ബൈക്കിന്റെ ആക്സിലേറ്റർ ശക്തമായി റേസ് ചെയ്തും ബഹളമുണ്ടാക്കി. ഇതുമൂലം ഇരുകൂട്ടരും തമ്മിൽ രൂക്ഷമായ വാക്കുതർക്കങ്ങളും കയ്യാങ്കളിയും ഉണ്ടായി. ഇതിന്റെ തുടർച്ചയെന്നോണം അന്ന് രാത്രി 10:30 വടകരപ്പത്തി ലാലക്കാട്ടിൽ വെച്ച് നെൽസണും ജെൻസണും ചേർന്ന് ഷഫീഖിനെയും സിംസണെയും ആയുധം ഉപയോഗിച്ച് കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഷഫീഖിനെയും സിംസണെയും ഉടൻ തന്നെ കോഴിപ്പാറയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഷഫീഖിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സിംസൺ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. സംഭവത്തിന് ശേഷം പോലീസിന്റെ പിടിയിലാകാതിരിക്കാൻ മുങ്ങിയ പ്രതികൾ തമിഴ്നാട്ടിലും മൈസൂരിലുമായി വിവിധയിടങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. അന്വേഷണം ശക്തമാക്കിയതിനെ തുടർന്ന് കുടുങ്ങുമെന്നുറപ്പായതോടെയാണ് പ്രതികൾ ഇന്നലെ രാത്രിയോടെ കൊഴിഞ്ഞാമ്പാറ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി കീഴടങ്ങിയത്. തുടർന്ന് ഇന്ന് ഉച്ചയോടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് മലയാളം, പാലക്കാട്.